എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. If the job positions in an organization is filled from outside the organization, it is called external sources of recruitment. അപ്പോൾ സ്ഥാപനത്തിന്റെ പുറത്ത് നിന്ന് ആണ് ജോബ് വേക്കൻസീസിൽ ആളുകളെ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന്. അപ്പം സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആളുകളെ അല്ല, പുറത്തു നിന്ന് പുതിയ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്ത് അങ്ങനെയാണ് ജോബ് വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒത്തിരി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഈ പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റ്സ് വഴി കമ്പനിയിലേക്ക് ആളുകളെ എടുക്കുന്നതും ഈ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് ഒക്കെ നടത്തുന്നതും ഇതെല്ലാം എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. External sources of recruitment refers to the recruitment of candidates from outside the organization. അപ്പം external sources of recruitment അഥവാ ബാഹ്യ ഉറവിടങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നത്, അതിന്റെ ഫീച്ചർ ആയിട്ട് അതല്ല, അതിന്റെ മീനിങ് ആയിട്ട് പറയുന്നതാണ് ബിസിനസ് ഓർഗനൈസേഷന്റെ വെളിയിൽ നിന്ന് അഥവാ പുറത്തു നിന്ന് ഒഴിവുള്ള തസ്തികകളിലേക്ക് ആളുകളെ ഫില്ല് ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. അപ്പം ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മൾ പഠിച്ചിരുന്നു. ആളുകളെ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ, കമ്പനിയിലുള്ള ആളുകളെ വെച്ച് തന്നെയായിരിക്കും കമ്പനിയിലെ ജോബ് വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത്. പക്ഷെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ പുറത്തു നിന്ന് ആളുകളെ എടുത്ത് കമ്പനിയിലെ ജോബ് പൊസിഷൻസ് അഥവാ ജോബ് വേക്കൻസീസിലേക്ക് ആളുകളെ പുതിയതായിട്ട് പുറത്തു നിന്ന് ആളുകളെ എടുക്കുകയാണ്. പുതിയതായിട്ട് കമ്പനിയിലേക്ക് ആളുകളെ എംപ്ലോയീസിനെ എടുക്കുന്നതിനാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. അപ്പം എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ള 10 തരം സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് പഠിക്കാനുണ്ട്. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ നമ്മൾ പഠിച്ചത് 2 സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഒന്ന് ട്രാൻസ്ഫേഴ്സും രണ്ടാമത്തത് പ്രൊമോഷനുമാണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ നമ്മൾ പഠിച്ചത്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ നമുക്ക് 10 രീതിയിൽ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് അഥവാ ബാഹ്യ ഉറവിടങ്ങളിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്താൻ 10 രീതിയിൽ സാധിക്കും. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. Under this method, a notice is published on the notice board of the enterprise regarding job vacancies. The candidates are assembled on a particular date and the selection is done on the spot. അപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ കേസിൽ ജോബ് വേക്കൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങി ഒരു നോട്ടീസ് ബോർഡിൽ പ്ലേസ് ചെയ്യും. അപ്പം അതുപോലെ തന്നെ സ്പെസിഫിക് ഡേറ്റും ഫിക്സ് ചെയ്തിട്ട് അതും മെൻഷൻ ചെയ്തിരിക്കും. ഇന്ന ഡേറ്റിൽ ഒരു റിക്രൂട്ട്മെന്റ് അഥവാ ഇന്ന ഡേറ്റിൽ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടെന്ന് ഒരു നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ആ സ്പെസിഫിക് ഡേറ്റിൽ ആ സ്പെസിഫിക് സ്പോട്ടിൽ വരുന്ന എംപ്ലോയീസിൽ നിന്ന് വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരുടെ വേജസ് കൊടുക്കുന്നത്, ഇവർക്ക് വേജസ് അഥവാ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഡെയിലി ബേസിസിലായിരിക്കും. എന്ന് വെച്ചാൽ ഡെയിലി വേജസ് ആയിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസ് ബോർഡിൽ പ്ലേസ് ചെയ്യും. കമ്പനിയിലെ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് പ്ലേസ് ചെയ്യും. അതിനകത്ത് ഡീറ്റെയിൽസ് ഓഫ് ദ ജോബ് വേക്കൻസി, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, ജോബ് വേക്കൻസിനെ കുറിച്ചുള്ള വിവരങ്ങളും അതിന്റെ വിശദാംശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ നോട്ടീസിൽ. എന്നിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഡേറ്റിൽ വരുന്ന എത്ര ആളുകൾ വരുന്നോ ആ ആളുകളിൽ നിന്ന് ആ ഓൺ ദ സ്പോട്ട് ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ഡയറക്റ്റ് ആയിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത്. വേറെ ഇന്റർമീഡിയറീസോ വേറെ ഫോഴ്സസോ അങ്ങനെയൊന്നുമില്ല. കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് പ്ലേസ് ചെയ്യും. ആ നോട്ടീസിൽ ഡേറ്റും കൊടുത്തിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് ഓഫ് ദ ജോബും കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് ആ സമയത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് അവിടെ വരുന്ന ആരാണോ അവരിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യും. അതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ പറയുക. അപ്പം മെയിനായിട്ടും ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ വഴി ജോലി കിട്ടുന്നത് കൂടുതലായിട്ടും സെമി സ്കിൽഡും അൺസ്കിൽഡും ആയിട്ടുള്ള വർക്കേഴ്സിനായിരിക്കും കൂടുതലായിട്ടും ജോലി കിട്ടുന്നത്. കാരണം സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പൊതുവെ സ്വീകരിക്കാറില്ല. അപ്പൊ സെമി സ്കിൽഡ് അഥവാ അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ടും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉപയോഗിക്കുക. One of the advantage of this method
that is direct recruitment is it is very inexpensive. അത് ഭയങ്കര ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് എന്ന് വെച്ചാൽ അത് കോസ്റ്റ് കുറവാണ് ഈ മെത്തേഡ് വഴി റിക്രൂട്ട് ചെയ്യുന്നതിന്. കാരണം എന്തായിരിക്കും ഇത് ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ആണെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് കോസ്റ്റോ അങ്ങനെയുള്ള ഒരു കോസ്റ്റും ഇൻക്ലൂഡ് അല്ല. ജസ്റ്റ് ഒരു നോട്ടീസ് ബോർഡിൽ പ്ലേസ് ചെയ്യുന്നു, അതിൽ നിന്ന് ആളുകൾ നോട്ടീസ് കണ്ട് അവിടെ ജോലിക്കാരെ എടുക്കുന്നുണ്ടെന്ന് കണ്ട് ആളുകൾ വരുന്നു. അല്ലാതെ വേറെ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കോസ്റ്റോ അങ്ങനെയുള്ള ഒരു കോസ്റ്റും ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്, അഥവാ കോസ്റ്റ് കുറവുള്ള ഒരു മെത്തേഡാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ ഏത് ജോലിക്കാണ് ആളെ ആവശ്യം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു നോട്ടീസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഡേറ്റും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ ഡേറ്റിൽ അവിടെ വരുന്ന വർക്കേഴ്സിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി കൂടുതൽ നല്ലത് സ്കിൽഡ്, അൺസ്കിൽഡ്, സെമി സ്കിൽഡും ആയിട്ടുള്ള ലേബേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മെത്തേഡ് ഏറ്റവും നല്ലത്. ഇതൊരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്, അഥവാ ഇതൊരു കോസ്റ്റ് കുറവുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ കോസ്റ്റ് കൺസംഷൻ കുറവായിരിക്കും. കാരണം അവിടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റോ അങ്ങനെയുള്ള ഒരു കോസ്റ്റും ഇൻകർ ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുകയാണ് കമ്പനി. അതാണ് ഫസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. സെക്കൻഡ് മെത്തേഡ് കാഷ്വൽ കോളേഴ്സ് ഫ്രം വെയിറ്റിംഗ് ലിസ്റ്റ്. Most of the employers are maintaining a database with details of applications received from casual applicants, and it may be used as a source of recruitment. അപ്പം casual callers from waiting list എന്നാണ് second point. It is concerned with using previously applied candidates as a source of recruitment. അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ അവരുടെ ജോബ് വേക്കൻസീസിലേക്ക് നേരത്തെ അപ്ലൈ ചെയ്തിരുന്ന ആപ്ലിക്കൻസിന്റെ ഒരു ഡേറ്റാബേസ് അഥവാ അവരുടെ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവരുടെ ഒരു ഡേറ്റാബേസ് അവർക്കുണ്ടാവും. അപ്പൊ ആൾക്കാരെ റിക്രൂട്ട്മെന്റിന് വേണ്ടിയുള്ള സമയത്ത് ഇവര് ഈ ഡേറ്റാബേസിൽ നിന്ന് അഥവാ ഈ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ലിസ്റ്റിൽ നിന്ന് ആളുകളെ വിളിക്കും, എന്നിട്ട് അവരെ അപ്പോയിന്റ് ചെയ്യും. അതാണ് കാഷ്വൽ കോളേഴ്സ് ഫ്രം വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. മിക്ക കമ്പനികളും അഥവാ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മിക്ക കമ്പനികളും തന്നെ അവരിലേക്ക് നേരത്തെ ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നവര് എന്നാൽ അപ്പം അപ്ലൈ ചെയ്തു പക്ഷെ റിജക്റ്റഡ് ആയി അങ്ങനെയുള്ളവരും അഥവാ അപ്പം അപ്ലൈ ചെയ്തവരുടെയൊക്കെ ഒരു ലിസ്റ്റ് അടങ്ങുന്ന ഒരു ഡേറ്റാബേസ് എന്ന് വെച്ചാൽ അവരുടെ എല്ലാം ഒരു കൃത്യമായിട്ട് ആരൊക്കെയായിരുന്നു, അവരുടെ ഡീറ്റെയിൽസ് എന്താണ്, അവരുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ എന്താണ്, അവർ ഏത് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്ലൈ ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ അടങ്ങുന്ന ഒരു ഡേറ്റാബേസ് ഈ കമ്പനികളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് ഒരു ജോലിക്കാരെ ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ഈ ഡേറ്റാബേസിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യും. എന്നത് ഈ ഡേറ്റാബേസിൽ നിന്ന് ആളുകളുടെ ഇൻഫർമേഷൻസ് എടുത്ത് അവരിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് പറയുന്നത് കാഷ്വൽ കോളേഴ്സ് ഫ്രം വെയിറ്റിംഗ് ലിസ്റ്റ് അഥവാ കാഷ്വൽ കോളേഴ്സ് എന്നും പറയും. അപ്പൊ നേരത്തെ ആ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തിരുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അപ്പം ചിലപ്പോൾ അവരെ റിജക്ട് ചെയ്തിട്ടുണ്ടാവും, അവരെ ഇന്റർവ്യൂ വരെ എത്തിയിട്ടുണ്ടാവും. ഇന്റർവ്യൂവിൽ ഫൈനൽ റൗണ്ടിൽ ചിലപ്പോൾ അവരെ റിജക്ട് ചെയ്തവരായിരിക്കാം, അഥവാ അവരെ വിളിച്ചിട്ടേ ഉണ്ടാവാത്തവരായിരിക്കാം. അപ്പം അവരുടെ ആ ലിസ്റ്റ് എടുത്തിട്ട് അവരിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യും. അതാണ് കാഷ്വൽ കോളേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഇസ് ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് റിക്രൂട്ടിംഗ് വർക്ക് ഫോഴ്സ് ഇൻ കമ്പാരിസൺ ടു അതർ സോഴ്സസ്. അപ്പം ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് കുറവായിരിക്കും ഈ മെത്തേഡിൽ. കാരണം അഡ്വർടൈസ്മെന്റ് അങ്ങനെ ഒന്നും നടത്തത്തില്ല. നേരത്തെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന നേരത്തെ അപ്ലൈ ചെയ്ത അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഡേറ്റയിൽ നിന്ന് അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾ ആരാന്ന് അവർ നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്ത പ്രോസസ്സിനെയാണ് കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്. അപ്പം കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ജീവനക്കാരെയാണ്. താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായിട്ട് അവര് ഡേറ്റാബേസ് സൂക്ഷിക്കുന്നുണ്ടാവും കമ്പനിയിൽ. ആ ഡേറ്റാബേസിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുക. തേർഡ് പോയിന്റ് ആണ് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറയാം. അപ്പൊ കഴിഞ്ഞ ഡയറക്ട് റിക്രൂട്ട്മെന്റും കാഷ്വൽ കോളേഴ്സും നമുക്ക് അറിയായിരിക്കും, പക്ഷെ നമ്മൾ ആ ടേംസ് ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ അഡ്വർടൈസ്മെന്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഫെമിലിയർ ആണ്. പരസ്യങ്ങൾ. അപ്പൊ it is the most effective means to search potential employees from outside the organization. Giving advertisement is the best method for recruiting
for higher and experienced jobs. അപ്പം ഈ പരസ്യങ്ങൾ കൊടുക്കുന്നത് വഴി പരിചയ സമ്പത്തുള്ള ഉയർന്ന ജോലികൾക്ക് ആളുകളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും ബെസ്റ്റ് രീതിയാണ് അഡ്വർടൈസ്മെന്റ് അഥവാ പരസ്യങ്ങൾ കൊടുക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ പത്രങ്ങളിലൊക്കെ പരസ്യം വരുന്നത്. പ്രാദേശിക പത്രങ്ങളിലും വരും, ദേശീയ പത്രങ്ങളിലും പരസ്യങ്ങൾ വരും. അതുപോലെ ജേർണൽസിൽ വരും, ഈ ട്രേഡ് ജേർണൽസിൽ, പ്രൊഫഷണൽ ജേർണൽസിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പത്രത്തിന്റെ കൂടുതൽ തൊഴിൽ വീതി അങ്ങനെയൊക്കെ ഉള്ളതിൽ കൃത്യമായിട്ട് ഇങ്ങനെ ആളുകളെ ആവശ്യമുണ്ട്. ഏത് കമ്പനിയിലേക്കാണ്, ഏത് ജോലിക്കാണ്, എക്സ്പീരിയൻസ് വേണോ, എക്സ്പീരിയൻസ് വേണമെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം, ഏജ് ലിമിറ്റ് ഉണ്ടെങ്കിൽ എത്രയാണ് ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ച് എത്രയാണ് സാലറി പാക്ക് വരുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഈ പത്രങ്ങളിലും എല്ലാം പരസ്യം കൊടുക്കാറുണ്ട് കമ്പനികൾ. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. കാരണം അങ്ങനെ പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുക്കുമ്പോൾ ഒത്തിരി ആപ്ലിക്കേഷൻസ് വരും. കാരണം കുറെ പേര് പത്രങ്ങളിലൊക്കെ ആകുമ്പോൾ കുറെ പേര് അത് കാണുന്നതാണ് ആൻഡ് അവരെല്ലാവരും അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് തേർഡ് പോയിന്റ് പറയുക, അഡ്വർടൈസ്മെന്റ്. Advertisement is the most effective method since search for potential employees from outside the organization. അപ്പം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനിൽ നിന്ന് ആളുകളെ അപ്പോയിന്റ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് ആണ് അഡ്വർടൈസ്മെന്റ്. ആൻഡ് അഡ്വർടൈസ്മെന്റിലൂടെ കൂടുതലും അപ്പോയിന്റ് ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഹയർ പൊസിഷനിലേക്ക് അഥവാ എക്സ്പീരിയൻസ്ഡ് ജോബ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ ആയിരിക്കും അഡ്വർടൈസ്മെന്റിലൂടെ കൂടുതലും അപ്പോയിന്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ പത്രങ്ങളിലൂടെയോ അഥവാ ജേർണൽസിലൂടെയൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഫ്ലഡ് ഓഫ് റെസ്പോൺസസ് വരും. ഫ്ലഡ് ഓഫ് റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി റെസ്പോൺസസ് വരും ഇങ്ങനെ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ. ഇങ്ങനെ കൂടുതൽ പേര് അപേക്ഷിക്കുമ്പോൾ അവരിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അഥവാ ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ മാനേജ്മെന്റിന് സാധിക്കും. അതാണ് അഡ്വർടൈസ്മെന്റ് കൊണ്ടുള്ള ഒരു ഗുണം. അപ്പം അഡ്വർടൈസ്മെന്റ് ആണ് തേർഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ പത്രങ്ങളിൽ അഥവാ ജേർണൽസിൽ, എന്ന് വെച്ചാൽ ജേർണൽസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മാഗസിൻസ്, അങ്ങനെയുള്ള മാഗസിൻസിൽ, ട്രേഡ് ജേർണൽസിലോ അല്ലെ പ്രൊഫഷണൽ ജേർണൽസിലോ ഒക്കെ അങ്ങനെ പരസ്യങ്ങൾ കൊടുക്കുന്നത് മൂലം കൂടുതൽ ആൾക്കാരെ അറിയുകയും അവരെല്ലാം അപ്ലൈ ചെയ്യുകയും അതുവഴി കൂടുതൽ നല്ല ആളുകളെ, കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ അപേക്ഷിച്ചവരിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ മാനേജ്മെന്റിന് സാധിക്കും. അതാണ് തേർഡ് പോയിന്റ് പറയുക, അഡ്വർടൈസ്മെന്റ്. Coming to the fourth point, employment exchanges. This is a network of employment exchanges run by the government. Job seekers get themselves registered with these exchanges and their names will be supplied to the business organization on the basis of their requisition. അപ്പം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിൽ എന്താ വെച്ചാൽ എല്ലാ തരം തൊഴിലാളികളെയും ജീവനക്കാരെയും തിരഞ്ഞെടുക്കാനുള്ളതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് സാധിക്കും. അപ്പം തൊഴിൽ തേടുന്നവരുടെ പേര് അഥവാ അവരുടെ ജോബ് സീക്കേഴ്സിന്റെ പേര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിൽ രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് ജീവനക്കാരെ ആവശ്യമുണ്ടെങ്കിൽ തൊഴിലുടമകളെ ഇപ്പം ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് തൊഴിലുടമകൾ അറിയിച്ചാൽ ഈ രജിസ്റ്റർ ചെയ്തവരുടെ പേരും വിവരങ്ങളും എല്ലാം ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഈ ജോലിക്കാരെ ആവശ്യമുള്ള ആൾക്ക് എന്ന് വെച്ചാൽ ആ തൊഴിൽ തേടുന്ന ആൾക്ക് അവർ തൊഴിലാളികളെ അന്വേഷിക്കുന്നവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ജോബ് പ്രൊവൈഡേഴ്സിന് നൽകുന്നു. ഈ ഗവൺമെന്റും പ്രൈവറ്റും എല്ലാം നടത്തുന്നുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ്. അപ്പം ഇതൊരു റിക്രൂട്ട്മെന്റിന് നല്ല സോഴ്സ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിൽ നമ്മൾ പോയി നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് ആളുകളെ ആവശ്യമുണ്ട്, ഇന്ന ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസും നമ്മളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ഈ എംപ്ലോയേഴ്സിന് എന്ന് വെച്ചാൽ ജോലിക്കാരെ ആവശ്യമുള്ള ആൾക്ക് ജോബ് പ്രൊവൈഡേഴ്സിന് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിൽ നിന്ന് അവര് ജോബ് പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യും. അതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് വരുന്നത്. ഇങ്ങനെ ഗവൺമെന്റ് നടത്തുന്ന എക്സ്ചേഞ്ചസും ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസും നടക്കുന്നുണ്ട്. അപ്പം they act as a link between job providers and job seekers. അപ്പം അങ്ങനെ ജോലി തേടുന്നവരും ജോലി നൽകുന്നവരും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് വർക്ക് ചെയ്യുന്നു. പക്ഷെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ റെക്കോർഡ്സ് ഒന്നും അപ് ടു ഡേറ്റ് ആവണമെന്നില്ല. എന്ന് വെച്ചാൽ അവര് നമ്മൾ ഒന്ന് പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അപ്പൊ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടാവും.
പക്ഷെ നമ്മൾക്ക് വേറൊരു ജോലി കിട്ടിയാൽ അവിടുന്ന് ആ ഡീറ്റെയിൽസ് മാറുക, അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് അപ് ടു ഡേറ്റ് ആവണമെന്നില്ല ഡീറ്റെയിൽസ്. നമ്മളുടെ അടുത്ത് നമുക്ക് വേറൊരു ജോലി കിട്ടിയാൽ അതൊന്നും അവർ അറിയണമെന്നില്ല. അതുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവണമെന്നില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിൽ. പിന്നെ മെനി ഓഫ് ദി കാൻഡിഡേറ്റ്സ് റെഫേർഡ് ബൈ ദം may not be suitable for particular job vacancies. അപ്പം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിൽ നിന്ന് റെഫർ ചെയ്തിട്ട് ഒരാളെ ഇന്ന ആൾക്കാരെയൊക്കെ റെഫർ ചെയ്ത് വിട്ടാലും അത് ആ പർട്ടിക്കുലർ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാവണം എന്നില്ല. അങ്ങനെ രണ്ട് ഡിസഡ്വാൻറ്റേജസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിലുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ റെക്കോർഡ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആവണമെന്നില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആവണമെന്നില്ല. അവിടെ കുറെ ഇപ്പം നമ്മളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മൾ 2 വർഷം മുമ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്താൽ ഇപ്പം നമുക്ക് ജോലി ആയെങ്കിലും അവിടെ കിടക്കുന്നുണ്ടാവും, നമുക്ക് ജോലി ആയിട്ടില്ല എന്നുള്ള രീതിയിൽ ആ ഇൻഫർമേഷൻസ് ആയിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് അത് അപ് ടു ഡേറ്റ് അല്ല. സെക്കൻഡ് തിങ്, മെനി കാൻഡിഡേറ്റ്സ് റെഫേർഡ് ബൈ ദം മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ എ പർട്ടിക്കുലർ ജോബ്. അപ്പൊ ഈ പർട്ടിക്കുലർ ജോബിന് സ്യൂട്ടബിൾ ആകണം എന്നില്ല അവർ റെഫർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ്. അതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിനെ കുറിച്ചുള്ളത്. അപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ജോലി വേണ്ടവരെ, ജോലി ആവശ്യമുള്ളവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നു, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ കമ്പനിയിൽ നിന്ന് അവർക്ക് ജോലിക്കാരെ ആവശ്യമുള്ള സമയത്ത് അവർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസിനെ സമീപിക്കുന്നു, ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമ്മളുടെ ഡീറ്റെയിൽസ് ആ കമ്പനിക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് വർക്ക് ചെയ്യുന്നത്. അപ്പം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് source of recruitment, external source of recruitment next point ആണ് placement agencies and personal consultants. ഇതിനെ management consultants എന്നും പറയും, placement agencies and personal consultant or management consultants എന്നും പറയും. അപ്പം some specialized agencies in the form of personal consultancy services have been developed in recent times. These agencies also undertake total functions of recruiting and selecting personnel on behalf of the employer and they charge fees for their services. അപ്പം ബിസിനസ് സ്ഥാപനത്തിന്റെ അപേക്ഷകൾക്ക് ബിസിനസ് സ്ഥാപനത്തിന്റെ ഈ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് അഥവാ പേഴ്സണൽ കൺസൾട്ടൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാവും. എന്ന് വെച്ചാൽ ആപ്ലിക്കൻസിന്റെയും ജോബ് പ്രൊവൈഡേഴ്സിന്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ട് പേഴ്സണൽ കൺസൾട്ടൻസ് വർക്ക് ചെയ്യും. അപ്പൊ കമ്പനീസ് അവർക്ക് ആവശ്യമുള്ള ജീവനക്കാരുടെ വിവരങ്ങളും എന്ത് ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, എത്ര എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വേണ്ടത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരെയാണ് വേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കമ്പനീസ് ഈ കൺസൾട്ടിങ് സ്ഥാപനത്തെ അറിയിക്കും. അപ്പൊ പേഴ്സണൽ കൺസൾട്ടൻസ് അഥവാ പ്ലേസ്മെന്റ് ഏജൻസീസിനെ കമ്പനീസ് അവരുടെ റിക്വയർമെന്റ്സ് അഥവാ എന്തൊക്കെ രീതിയിലുള്ള എംപ്ലോയീസിനെയാണ് വേണ്ടത് എന്ന് കൺസൾട്ടൻസിനെ അറിയിക്കും. അപ്പൊ കൺസൾട്ടൻസ് എന്താ ചെയ്യുന്നത്? പത്രങ്ങളിലൂടെയോ അഥവാ മറ്റ് സോഴ്സസിലൂടെയോ വല്ല അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കും. ഇങ്ങനെ ആളുകളെ ആവശ്യമുണ്ട്, ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആൻഡ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കും. അപ്പം പത്രത്തിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും ഏത് വേക്കൻസീസിലേക്കാണ്, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, എത്ര സാലറി എത്ര ഉണ്ടാവും, എത്ര എക്സ്പീരിയൻസ് വേണം, ഏജ് ലിമിറ്റ് എന്താണ്, അങ്ങനെ ആ കമ്പനി പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു പത്രപരസ്യം ആര് കൊടുക്കും? മാനേജ്മെന്റ് കൺസൾട്ടൻസ് അഥവാ പേഴ്സണൽ കൺസൾട്ടൻസ് കൊടുക്കും. ഇങ്ങനെ അങ്ങനെ ഒരു പരസ്യം കൊടുക്കും. പക്ഷെ അവര് ആ കമ്പനിയുടെ പേര് വെളിപ്പെടുത്തത്തില്ല. ഏത് കമ്പനിയിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പറയത്തില്ല. കമ്പനിയുടെ പേര് മാത്രം വെളിപ്പെടുത്തത്തില്ല. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ കൺസൾട്ടൻസ് കൊടുക്കും. എന്നിട്ട് ഈ പരസ്യത്തെ തുടർന്ന് കുറെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ആ ആപ്ലിക്കേഷൻസിന്റെ എല്ലാം കോപ്പി എടുത്ത് ഈ ജോബ് വേക്കൻസി ഉള്ള ആ കമ്പനിയിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം ഇവർ കൈമാറും. ഇങ്ങനെയാണ് പേഴ്സണൽ കൺസൾട്ടൻസ് വർക്ക് ചെയ്യുന്നത്. പേഴ്സണൽ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി പേഴ്സണൽ കൺസൾട്ടൻസിനെ അഥവാ മാനേജ്മെന്റ് കൺസൾട്ടൻസിനെ അറിയിക്കും, ഇന്നൊരു ജോബ് പൊസിഷൻ ഉണ്ട്, ഇന്നൊരു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് മാനേജ്മെന്റ് കൺസൾട്ടൻസിനെ അറിയിക്കും. മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഇത് കേൾക്കുമ്പോൾ അവരൊരു അഡ്വർടൈസ്മെന്റ് പ്രിപ്പയർ ചെയ്ത് അഡ്വർടൈസ്മെന്റ് പബ്ലിഷ് ചെയ്യും. ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലോ അങ്ങനെയൊക്കെ അവർ അഡ്വർടൈസ്മെന്റ് പബ്ലിഷ് ചെയ്യും. അവരെല്ലാ ഡീറ്റെയിൽസും ആ ജോബ് വേക്കൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ മെൻഷൻ ചെയ്യും. ഏതാണ് ജോബ് പൊസിഷൻ,
എത്ര വേക്കൻസി ഉണ്ട്, അതിന്റെ ഏതാണ് സാലറി, എത്ര എക്സ്പീരിയൻസ് ഉള്ളവരെ വേണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ സ്പെസിഫൈ ചെയ്യും. പക്ഷെ ഏത് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും എന്നുള്ള വിവരം മാത്രം അവർ വെളിപ്പെടുത്തത്തില്ല. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഈ പരസ്യത്തെ തുടർന്ന് വരുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഈ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ഈ കമ്പനിക്ക് കൈമാറും. ഇത്ര ആപ്ലിക്കേഷൻസ് വന്നു, ഇതൊക്കെയാണ് വന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസിന്റെ കോപ്പി മാനേജ്മെന്റ് കൺസൾട്ടൻസ് കമ്പനിക്ക് കൈമാറും. ആൻഡ് കമ്പനി ബാക്കി റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തും. ഇതാണ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പോയിന്റ് ആണ് ക്യാമ്പസ് ഇന്റർവ്യൂസ്. ക്യാമ്പസ് ഇന്റർവ്യൂസ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഈവൻ നമ്മളുടെ അടുത്തുള്ള ചെറുപ്പുങ്കല കോളേജിൽ BVM കോളേജിലൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് നടത്താറുണ്ട്. യൂഷ്വലി നമ്മളിപ്പം എഞ്ചിനീയറിംഗിനൊക്കെ എസ്പെഷ്യലി ചേരുമ്പോൾ നമ്മൾ കോളേജിൽ ചേരുന്നതിന് മുമ്പ് നമ്മൾ അന്വേഷിക്കും ആ കോളേജിൽ റിക്രൂട്ട്മെന്റ് ഉണ്ടോ, അവിടെ തന്നെ റിക്രൂട്ട്മെന്റ് കിട്ടുന്ന കോളേജ് ആണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പൊ ക്യാമ്പസ് ഇന്റർവ്യൂസ് അഥവാ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ many organizations conduct preliminary search of employees by conducting campus interviews in universities and colleges. അപ്പം കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഈ റിക്രൂട്ട്മെന്റിന് സൗകര്യം ഒരുക്കുന്നുണ്ട്, കോളേജുകളും യൂണിവേഴ്സിറ്റികളും. അപ്പം ഈ സ്ഥാപനത്തിൽ നിന്ന് പാസ്സായിട്ട് പുറത്തു പോകുന്ന വിദ്യാർത്ഥികളിൽ റിക്രൂട്ട്മെന്റ് നടത്തും. അതിനെയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഫൈനൽ സെമസ്റ്റർ എക്സാം ഒക്കെ നടത്തുന്നതിന് മുമ്പ് സാധാരണ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ആളുകൾ വരും, പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ആളുകൾ വരും. കമ്പനികളിൽ നിന്നും കുറെ കമ്പനികളിൽ നിന്ന് ആളുകൾ വരും. ഏത് ജോബ് പൊസിഷൻ ആണ്, അവരെ കമ്പനീനെ കുറിച്ചൊരു ബ്രീഫിംഗ് ഒക്കെ തരും. കമ്പനിന് എന്താണ് കമ്പനി, ഇന്നതാണ് ജോബ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ കമ്പനീനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് തരും. എന്നിട്ട് അവര് ഇത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ, ഇത്ര പേരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അവരുടെ പ്രൊസീജിയർ ഇങ്ങനെയാണ്, ഇന്റർവ്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞ് ആദ്യം എക്സാം ഉണ്ടാവും, അതിൽ നിന്ന് പാസ്സാവുന്നവർക്ക് ഇന്റർവ്യൂ ഉണ്ടാവും, ചിലപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും. അങ്ങനെ അവരുടെ സ്റ്റെപ്സ് ഇങ്ങനെയൊക്കെയാണ് അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ പറയും. ആദ്യം തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ തരും. എന്നിട്ട് നമുക്ക് താല്പര്യമുള്ളവർക്ക് ആ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം. അങ്ങനെ പലർക്കും ക്യാമ്പസിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്ന പലരും ഉണ്ട്. നല്ല കമ്പനികളിലേക്ക്, ചില ഭയങ്കര നല്ല കമ്പനികൾ, ഈ ബിഗ് 4 കമ്പനീസ് എന്നൊക്കെ പറയുന്ന കമ്പനികളൊക്കെ വരാറുണ്ട് ക്യാമ്പസ് പ്ലേസ്മെന്റിന്. പൊതുവെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് പൊതുവെ ക്യാമ്പസുകളിലേക്ക് കമ്പനീസ് വന്ന് റിക്രൂട്ട് ചെയ്യുന്നത് കൂടുതലാണ്, ആ ടെൻഡൻസി കൂടുന്നുണ്ട്. അപ്പൊ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ ജോലിയായിട്ട് ഇറങ്ങുന്ന ഒരവസ്ഥയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അഥവാ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫ്രഷ് ടാലൻസ് അഥവാ നല്ല അത്യാവശ്യം കഴിവുള്ള ആളുകളെ, വിദ്യാർത്ഥികളെ പഠിച്ചു ഇറങ്ങുമ്പോൾ തന്നെ ജോലിക്ക് കയറ്റുന്ന ഒരു രീതിയാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് അഥവാ ക്യാമ്പസ് ഇന്റർവ്യൂസിലൂടെ ലഭിക്കുന്നത്. അതാണ് 6th പോയിന്റ്, ക്യാമ്പസ് ഇന്റർവ്യൂസ്. 7th പോയിന്റ്, റെക്കമെൻഡേഷൻസ് ഓഫ് പ്രസന്റ് എംപ്ലോയീസ്. അപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അഥവാ പ്രസന്റ് ആയിട്ടുള്ള എംപ്ലോയീസിൽ, നിലവിലുള്ള ജീവനക്കാരുടെ റെക്കമെൻഡേഷൻസ് ആണ് 7th പോയിന്റിൽ പറയുക. Some employers treat the recommendations of their present employees as a useful source of recruitment. This ensures reliability and suitability for the post, and it helps in boosting the morale of existing employees. അപ്പം employees can be recruited from the list recommended by present employees of their friends and relatives. അപ്പം നിലവിലുള്ള ജീവനക്കാരുടെ ബന്ധുക്കളോ അഥവാ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ അവർക്ക് ജോബ് വേക്കൻസീസിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ സാധാരണ ഇത്തരം നിയമനങ്ങൾ വരുന്നത് കീഴ്ത്തലങ്ങളിലെ ജോലിക്കാരെ ആവശ്യമുള്ളപ്പോഴാണ് ഇത്തരം റെക്കമെൻഡേഷൻസ് കൂടുതലായിട്ട് സ്വീകരിക്കുന്നത് കമ്പനികൾ. അഥവാ കൂടുതലായിട്ടും ഇങ്ങനെ നിയമിക്കുന്നത് കൂടുതലായിട്ടും കീഴ്ത്തലങ്ങളിലെ ജോലിക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എംപ്ലോയേഴ്സിന്, ഇപ്പം ആ കമ്പനിയിൽ നിലവിലുള്ള എംപ്ലോയേഴ്സിന് റെക്കമെൻഡ് ചെയ്യാം, ഇന്ന അവരുടെ ഫ്രണ്ട്സിനെയോ അവരുടെ റിലേറ്റീവ്സിനെയോ അങ്ങനെയൊക്കെ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. ഒരു ജോബ് വേക്കൻസി വരുമ്പോൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആരാണോ, ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് പലരും ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തി അവർക്ക് ജോലി കൊടുക്കുന്നതിനെയാണ് റെക്കമെൻഡേഷൻസ് ഓഫ് പ്രസന്റ് എംപ്ലോയീസ് ഓർ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എന്ന് പറയുക. അപ്പൊ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് റെക്കമെൻഡേഷൻസ്, പ്രസന്റ് എംപ്ലോയീസിന്റെ റെക്കമെൻഡേഷൻസും
അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ടുള്ള അവരുടെ റെക്കമെൻഡേഷൻസിലൂടെയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അതാണ് 7th പോയിന്റിൽ പറയുക, റെക്കമെൻഡേഷൻസ് ഓഫ് പ്രസന്റ് എംപ്ലോയീസ്.